ഹായ് ഗൈസ്, നമുക്കിന്ന് മീൻ കറി വെക്കട്ടെ എളുപ്പത്തിൽ. അതിന് വേണ്ടത് ചട്ടി ചൂടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് എന്ത് ചെയ്യുക, ഉലുവ ഇടണം. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതക്കി വെച്ചിട്ടുണ്ട്. എന്താക്കണം, ആ വെളുത്തുള്ളി ഇഞ്ചി ചതക്കി വെച്ച് അതിലേക്ക് ഇടുക. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ എന്ത് ചെയ്യണം, അതിലേക്ക് കറിവേപ്പില ഇടണം കേട്ടോ. അതിനൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം അതിൻ്റെ പച്ചമുളകൊക്കെ ഫുള്ളായിട്ട് മാറിയതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളകിന് 2 പച്ചമുളക് ഞാനെടുത്ത്, വലിയ പച്ചമുളക് ഞാൻ കീറി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു പച്ചമണം മാറുന്നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, അതിലേക്ക് തക്കാളി ആഡ് ചെയ്യുക. 4 തക്കാളി ആയിട്ട് എടുത്ത്, ഉള്ളി ഒന്നും എടുക്കുന്നില്ല, വെറും 4 തക്കാളി മാത്രം. എന്ത് ചെയ്ത് നന്നായി ഇളക്കുക. പെട്ടെന്ന് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടെടുത്താൽ പെട്ടെന്ന് തക്കാളി വാടിക്കിട്ടുക. ഒന്ന് ഇളക്കി മൂടി വെച്ചെടുക്കുക കേട്ടോ. നല്ല വാടിയത് അതിലേക്കുള്ള പുളിവെള്ളം, അതുപോലെ മീൻ മസാല, പിന്നെ കുറച്ച് മുളക് പൊടി, എരിവ് കുറച്ച് മതി ഞങ്ങൾക്ക്. പിന്നെ അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ഉണ്ടോ. കഷ്ണമീനാണെങ്കിൽ മല്ലിപ്പൊടി ഇടും, ചെറിയ മീനാണെങ്കിൽ ഞാൻ മല്ലിപ്പൊടി ഇടില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ തക്കാളിയൊക്കെ വാടി വന്നിട്ട് അതിലേക്ക് ഈ പൊടിയൊക്കെ നമ്മൾ നന്നായിട്ട് ഇളക്കി അതിനൊന്ന് സെറ്റാക്കി എടുക്കുക. ഇനി അതിലേക്ക് എന്ത് ചെയ്യാം, ഒക്കെ സെറ്റായതിന് ശേഷം പുളിവെള്ളം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അല്പം വെള്ളം കൂടി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. പറ്റ കുറിയൊക്കെയാണ്, അപ്പോൾ കുറച്ചും കൂടെ വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, മീനിട്ട് കൊടുക്കുക. ചെമ്പല്ലിയാണ് കിട്ടിയത്, കണ്ടോ. കുറച്ച് നന്നായി കഴുകി വെച്ചാണ് അതിലേക്ക് എന്ത് ചെയ്യുക, ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി നന്നായി വെന്ത് വരുമ്പോൾ നമുക്കതിനെ മാറ്റാം. ഉണ്ടോ, ചട്ടിയിൽ അതിനെക്കൊണ്ട് കുറച്ച് നേരം വെച്ചാൽ അതിനൊന്നുകൂടെ എന്ത് ചെയ്യുക, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുന്നതാണല്ലോ, ഗ്യാസ് വെക്കുന്ന വേറെ ടേസ്റ്റ്.